മാസ്റ്റർ ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ഇപ്പം മമ്മൂക്ക ആയാലും മോഹൻലാൽ ആയാലും എല്ലാവരും. അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്റ്റൈൽസ് ഉണ്ടല്ലോ. ഇപ്പം മമ്മൂക്കയുടെ കൂടെ എങ്ങനെയാണ് ഫൈറ്റിംഗ് ആ ഒരു സ്റ്റൈൽ? മമ്മൂക്കയുടെ സ്റ്റൈൽ എന്താണ് ഫൈറ്റിംഗ്? മമ്മൂക്കേൻ്റെ ഒരു സ്റ്റൈലുണ്ട്. മമ്മൂക്കൊക്കെ പറഞ്ഞാൽ റോപ്പിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആവാനല്ലേ? റോപ്പ് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഷോട്ട് എടുത്തിട്ട് റോപ്പ് കഴിക്കുന്നത്. അങ്ങനെ റോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. മമ്മൂക്കൻ്റെ ഫൈറ്റും നല്ല പവറുള്ള ഫൈറ്റ് തന്നെയാണ്. നമ്മൾ ഇത്ര കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ്. ഒരു ആർട്ടിസ്റ്റ് ഒരു 3-4 പടം കഴിയുമ്പോൾ തന്നെ അവർ വലിയ ഫൈറ്റിൻ്റെ നാക്കറിയും. ഇതൊരു നാക്കാണ്. കറക്റ്റ് ഡിസ്റ്റൻസിൽ നിൽക്കണം എന്നാൽ കാണുമ്പോൾ തോന്നാൻ വേണം ഇടി കൊണ്ടുപോകുന്നുള്ളത്. അതാണ് അവരൊരു ടൈമിങ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ആയിട്ട് ഒരു 3-4 ഫിലിംസ് ഒക്കെ കഴിയുമ്പോഴേക്കും അവർ പെർഫെക്റ്റ് ആവും. ഇപ്പം ലാലേട്ടൻ്റെ എങ്ങനെയാണ് സ്റ്റൈൽ? ലാലേട്ടൻ്റെ സ്റ്റൈൽ വേറെ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ കൂടെ തന്നെ നിന്ന് എല്ലാം അറിഞ്ഞു തന്ന് ചെയ്യില്ല ആൾ. ലാലേട്ടൻ്റെ കൂടെ അറിയാത്തൊരു ഫൈറ്റിലെ ഒരു പുതിയ ആൾ വന്നാലും അയാളെ കൊണ്ട് ലാലേട്ടൻ ചെയ്യിപ്പിക്കും. അതായത് ഡ്യൂപ്പിനെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഏറ്റവും അറിയാത്തവർ വന്നെന്ന് ചോദിച്ചു. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിക്കും. അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അയാളെ ഒരു ഇതിൽ അങ്ങനെ സംസാരിച്ച് അങ്ങനെ നാക്കിൽ കൊണ്ടുപോകും. മറ്റുള്ളവരൊക്കെ അങ്ങ് ഒരു ടെൻഷൻ ഉണ്ടാവും. വേറെ പുതിയ ആൾ നമുക്ക് അടി കൊണ്ടുപോകുള്ളൂ എന്നുള്ള പുതിയായിട്ടൊരു വില്ലൻ വരുന്നത്. അപ്പോൾ അവർ ചെയ്യുമ്പോൾ മറ്റുള്ള ഹീറോകൾക്ക് ഒരു പേടിയുണ്ടാവും. ഇതാണെങ്കിൽ ലാലേട്ടനാങ്ങ് അവരെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരു നാക്കിന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. കിരീടത്തിലെല്ലാം കിരിക്കാടൻ ജോസെല്ലാം വരുമ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു ഇതിലാണ് കിരിക്കാടൻ്റെ ജോസിൻ്റെ ഫസ്റ്റ് മൂവി. അപ്പം കൂടി അറിയാത്ത ആളെ അത് കൊണ്ടുവന്ന ആ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് ആയി. അത് ലാലേട്ടൻ്റെ ഒരു കഴിവാണ്. ലാലേട്ടൻ്റെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ തിയേറ്ററിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണും വീഴ്ചിരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പം കുറച്ചും കൂടി യങ്സ്റ്റേഴ്സിലേക്ക് വരാൻ ഇപ്പം പൃഥ്വിരാജിൻ്റെ ഒക്കെ എങ്ങനെയാണ്? പൃഥ്വിരാജ് നല്ലോണം ചെയ്യുന്നത്. നല്ല ഫൈറ്റ്, ഒരു പവർ ഉണ്ട്. പൃഥ്വിരാജ് ചെയ്യുമ്പോൾ ഒരു പവർ ഉണ്ട്. ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു അടിച്ചാൽ ഒരു അടി കൊണ്ട ഒരു ഉണ്ട്. ഇത് ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ കോമഡി ലൈനിൽ ദിലീപേട്ടൻ കൊണ്ടുപോകും. ഇടയ്ക്ക് നമ്മൾ എന്ത് സീരിയസ് വന്നാലും ഇടയ്ക്ക് ഒരു കോമഡി വന്ന് ക്ലാപ്സ് വാങ്ങിച്ചിട്ട് ദിലീപേട്ടൻ പോകും. അത് ദിലീപേട്ടൻ്റെ ഒരു കാര്യം. ഞങ്ങൾ തന്നെ മേരിക്കുണ്ട് കുഞ്ഞാടിൽ മറ്റേ ബിജു മേനൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. ഫൈറ്റിന് അത്രയും നല്ലൊരു ഇതായിരുന്നു. ഫൈറ്റിൽ നല്ലോണം ചെയ്തത് ബിജുമേനെ ഒരു ഫൈറ്റ് ആയിരുന്നു ആ പടം. അതിലൊരു 2-3 കോമഡി സീൻ കിട്ടും. ഈ ഫൈറ്റ് ജനങ്ങൾ മറന്നു. ദിലീപേട്ടൻ ചെയ്ത കോമഡിക്ക് ക്ലാപ്സും വാങ്ങിച്ച് ദിലീപേട്ടൻ പോയി. അതാ ദിലീപേട്ടൻ്റെ കഴിവ്.